അവൻ അവളെ നോക്കാതെ അകത്തേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശക്തി, മോനെ. എൻ്റെ അമ്മേ, എനിക്കൊന്നുമില്ല, ഒന്ന് പറയാച്ച അമ്മയോട് കരയാതിരിക്കാൻ. ഇവർ സ്നേഹ എൻ്റെ ഒപ്പം കോളേജിൽ പഠിച്ചതാണ്. ഇത് ഇവളുടെ അച്ഛൻ. അനിലാണ് എന്നെ നോക്കിയിരുന്നത്. സ്നേഹമോൾ എന്ത് ചെയ്യുന്നു? ഞാനും ഡോക്ടറാണ്, പക്ഷേ കുറച്ചുനാൾ ലീവ് എടുത്തിരിക്കുക. അമ്മ ജീവിച്ചിരിപ്പില്ല. ഓ, ഞാൻ അറിയാതെ. കുഴപ്പമില്ല ആൻറ്റി. ശക്തി, നിനക്ക് കിടക്കണോ? സ്നേഹ അവന്റെ ചുമലിൽ കൈവച്ച് ചോദിച്ചത്. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഡി, എന്നെ കൈവിട്, കൈ വേദനിക്കുന്നു. പിന്നെ എന്റെ ദേഷ്യം ഞാൻ ആരോട് തീർക്കും? നിനക്കെന്തിനു ദേഷ്യം? നിന്റെ ഏട്ടനെ നോക്കിയോ? അത് ശരിയാണല്ലോ, അവളോട് നോക്ക് ചിരിച്ച് സംസാരിക്കുന്നത്. കുശുമ്പ് തോന്നുന്നുണ്ടോ? പിന്നെ ഇല്ലാതെ ദേഷ്യം വരികടാ. അവൾ നിനക്ക് പാരയാവോ? നീരവേട്ടനെന്താ അങ്ങനെ ചോദിച്ചത്? അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാലത്ത് അവൾ സ്നേഹിച്ചിരുന്നത് നിന്റെ ശക്തിയെയാ. വാവ്, സൂപ്പർ. എൻ്റെ ഒരു വിധി. നീ പോയി ശക്തിയോട് സംസാരിക്കുക. എന്നിട്ടെന്തിനാ അവളുടെ മുൻപിൽ നാണം കെടാനോ? എനിക്കൊന്ന് കിടക്കണം, ഞാൻ റൂമിലാക്കാം. വേണ്ട, നീരവ് കൊണ്ടാക്കും. ശക്തി നീരവിന്റെ ഒപ്പം പോയതും ആരും ഉണ്ണിയെ നോക്കി. ഡാ, നിന്റെ ഏട്ടൻ എന്നെ മാറ്റി നിർത്തുകയാണോ? ഹായ്, ഹലോ. നിങ്ങൾ? ഞാൻ ശക്തിയുടെ ബ്രദർ യൂത്ത് ഉണ്ണി എന്ന് വിളിക്കും. പിന്നെ ഇവൾ? മോളെ, ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. ശരി അമ്മേ. ഓ, ശക്തിയുടെ അച്ഛൻ ഫ്രണ്ടിന്റെ മോളാണല്ലേ? മാരേജ് കഴിഞ്ഞിട്ട് എത്രയായി? 3 മാസം. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അത് വഴിയേ മനസ്സിലാവും. ഞാൻ ശക്തിയുടെ അടുത്തേക്ക് പോയിട്ട് വരാം. മോളെ, ഉറപ്പിച്ചോ? നിനക്കുള്ള പാരയാണ്. എനിക്കും മനസ്സിലായി. ഇനി നിന്റെ ഏട്ടന് അവളോട് ഇഷ്ടമുണ്ടാവുമോ? അത് നീ കണ്ടുപിടിക്ക്. ഇത് പറഞ്ഞ് മുന്നിപ്പോയതും അവൾ സമാധാനമില്ലാതെ അവളെയിരുന്നു. പിന്നെ പതുക്കെ ശക്തിയും അവനും സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കണമെന്ന ലക്ഷ്യത്തോടെ റൂമിന്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് സ്നേഹ വരുന്നത് കണ്ടതും ആരും അവളെ നോക്കി വിളിച്ചു. എന്ന് ഞാൻ ഇറങ്ങുക. ശരി. അല്ല, തന്നെ നെയിം? ആരാധ്യ. ആരു എന്ന് വിളിക്കും. ഓക്കെ, ശരി ആരു. കാണണമെന്നില്ല. എന്തെങ്കിലും പറഞ്ഞു? ഇടയ്ക്ക് വരണമെന്ന് പറയായിരുന്നു. അവളുടെ ഒരു ചിരി. ആര് വീട്ടിലേക്ക് പോകുന്നില്ലേ? ആരും എന്തിനു വീട്ടിലേക്ക് പോകണം? ഇവിടെയാണോ പിന്നെ നിൽക്കുന്നത്? പിന്നെ എന്റെ ഏട്ടന്റെ ഭാര്യ ഇവിടെയല്ലേ നിൽക്കേണ്ടത്? ഉണ്ണിക്ക് വേറെ ബ്രദേഴ്സ് ഉണ്ടോ? ഇല്ല, എന്റെ ശക്തിയേട്ടന്റെ ഭാര്യയാണ് ആരു. ഉണ്ണി പറഞ്ഞു നിർത്തിയതും സ്നേഹ ആരുവിനെ നോക്കി ഞെട്ടി നിന്നു. പിന്നെ അവൾ അച്ഛനെയും കൂട്ടി വേഗം ഇറങ്ങി. പക്ഷെ അപ്പോഴും അവളുടെ മനസ്സിൽ ശക്തിയെ ഏത് വഴിയെയും നേടണമെന്നായിരുന്നു. ആരു ആ സ്നേഹിയുടെ മുഖം കണ്ടു. എന്നെ കൊല്ലാനുള്ള ദേഷ്യം അവളുടെ മുഖത്ത് ഞാൻ കണ്ടു. അവളിനെ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി വരില്ലെന്ന് തോന്നുന്നു. അങ്ങനെയായാൽ മതിയായിരുന്നു. സമയം കടന്നു പോയതും ആര് റൂമിൽ പോവാതെ ഹാളിലും അകത്തും ചുറ്റിപ്പറ്റി നിന്നു. ഉച്ചയ്ക്കുള്ള ഫുഡും രാത്രിക്കുള്ള ഫുഡും ശക്തി റൂമിൽ പോയി അമ്മ തന്നെ കൊടുത്തു. രാത്രി കിടക്കാനായി എല്ലാവരും പോയതും ആര് ശ്വാസം ആഞ്ഞു വലിച്ച് റൂമിലേക്ക് നടന്നു. വാതിൽ തുറന്നകത്ത് കയറിയതും ശക്തി അവളെ മൈൻഡ് ചെയ്യാതെയിരുന്നു. എന്നാൽ ആര് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. പിന്നെ ദേഷ്യം നിയന്ത്രിച്ച് കുളിച്ചിറങ്ങിയതും അവൾ ശക്തിയെ ഒളി കണ്ടിട്ട് നോക്കി. അവനിപ്പോഴും നോക്കുന്നില്ലെന്ന് കണ്ടതും അവൾ ബെഡിന് ഒരു സൈഡിൽ കിടന്ന് പുറത്തു കൊണ്ട് തലയടക്കം മൂടിക്കിടന്നു. ശക്തി അത് കണ്ടതും അവളെ പല്ല് കടിച്ചു നോക്കി. ഇവളെന്താ എന്നെ മൈൻഡ് ചെയ്യാതെ കിടന്നത്? അവൻ ഓരോന്ന് ആലോചിച്ച് കിടന്നതും ആരോ ഈശ്വരനോട് നന്ദി പറയായിരുന്നു ശക്തിയെ തിരിച്ചു തന്നതിന്. രാവിലെ ശക്തി കണ്ണു തുറന്നതും അടുത്ത് കിടക്കുന്ന ആരുവിനെ നോക്കി. ഉറങ്ങുമ്പോൾ എന്ത് പാവം. എന്നാലും ഇവൾ എന്നെ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ ഇന്നലെ. അതിന് നിങ്ങളും എന്നെ മൈൻഡ് ചെയ്തോ? പറ. പെട്ടെന്ന് ആര് തിരിഞ്ഞ് അവനെ നോക്കി പറഞ്ഞതും അവൻ ഞെട്ടി അവളെ നോക്കി. കള്ള ഉറക്കായിരുന്നു? ചോദിച്ചതിനും മറുപടി താ മനുഷ്യ. ഞാൻ എന്തിനു നിന്നെ നോക്കണം? അതുപോലെ ഞാനും നിങ്ങളെ എന്തിനു നോക്കണം? ഞാൻ 2 ദിവസം വരാതിരുന്നപ്പോൾ സന്തോഷിച്ചോ അതോ മരിച്ചു പോവാൻ പ്രാർത്ഥിച്ചോ? അവൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ ഇത്രയ്ക്ക് ക്രൂരയാണെന്ന് ശക്തിയേട്ടന് തോന്നിയോ? അതുകൊണ്ടല്ലേ ചോദിച്ചത് അല്ലേ? എൻ്റെ ഈശ്വര, ഇവൾക്ക് ഇത്ര ഫീലായോ? ശക്തി എന്തോ പറയാനായി വന്നതും ആരോ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. പിന്നെ അവൾ പുറത്തിറങ്ങുന്നത് വരെ ശക്തി ടെൻഷനോടെ കാത്തിരുന്നു. ആരും ഇറങ്ങിയതും ശക്തിയുടെ കണ്ണ് അവളുടെ കണ്ണിൽ കുടുങ്ങിക്കിടന്നു. അവളുടെ ചുവന്ന കണ്ണുകൾ കാണും തോറും ശക്തിക്ക് താൻ പറഞ്ഞതോർത്ത് കുറ്റബോധം തോന്നി. ആരു? അവൾ വിളി കേൾക്കാതെ വാതിൽ തുറക്കാനായി പോയതും അവൻ അലറി.
എന്താ ശക്തിയേട്ടാ, എന്തു പറ്റി? തലവേദനിക്കുന്നുണ്ടോ? ചെറുതായി. ഞാൻ മെഡിസിൻ എടുത്തു തരാം. അവൾ മെഡിസിൻ എടുക്കാനായി പോവാൻ നിന്നതും ശക്തി അവളുടെ കയ്യിൽ പിടിച്ച് അരികിലിരുത്തി. ആരു, സോറി, ഞാൻ അറിയാതെ. എനിക്കൊന്നും കേൾക്കണ്ട, കൈവിട്. വിടാനല്ല പിടിച്ചിരിക്കുന്നത്. എന്നിട്ടാണോ ചങ്കിൽ കൊള്ളുന്ന വർത്താനം പറഞ്ഞത്? പറ. അവൾ അവൻ്റെ നെഞ്ചിലിടിച്ചു പൊട്ടിക്കരഞ്ഞതും ശക്തി അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ ടെററായിരുന്നല്ലോ, ഇപ്പൊ പൂജകുട്ടിയായോ? കളിയാക്കാതെ മനുഷ്യ. ആരുട്ടി? എന്ന് തുടങ്ങി എന്നോടുള്ള ഇഷ്ടം? കുറേയായി. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞില്ലേ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്ക് നിങ്ങളെ ജീവനാണ് മനുഷ്യ. എത്ര ആട്ടി അകറ്റിയാലും ഞാൻ പോവൂല. പോവുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടേ പോവുകയുള്ളൂ. അതുപോലെ ഈ പോക്കിരിയെയും എനിക്ക് ജീവനാ. അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചതും അവൾ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അതെ, ചൂടാ. എന്താ? വേദന പോയോ? എൻ്റെ പെണ്ണ് എന്നിങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ മാറി. ആണോ? എന്നെൻ്റെ വേദന മാറിയിട്ടില്ല. നിനക്കെന്ത് വേദന? ഓരോ മനുഷ്യ. സ്നേഹ? ഓ, കുശുമ്പ്. ഇന്നലെ എന്തൊക്കെയായിരുന്നു ചേർത്ത് പിടിക്കൽ, പൊട്ടിച്ചിരി. അവൾ എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. പിന്നെ അവളാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അല്ല ചൂടാ, നിങ്ങൾ എന്താലോചിച്ചാ ബൈക്ക് ഓടിച്ചിരുന്നത്? ഞാൻ ശ്രദ്ധിച്ചാ ഓടിച്ചിരുന്നത്. പക്ഷേ കൊല്ലണമെന്ന് കരുതിക്കൂടി ചെയ്യുമ്പോൾ ഞാൻ പെട്ടുപോയി. ശക്തിയേട്ടൻ എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ സത്യം പറയാം, എനിക്ക് പറ്റിയത് സാധാരണ ആക്സിഡൻ്റ് അല്ല. കൊല്ലാൻ തന്നെ നോക്കിയതാ. പക്ഷേ ആര്? എന്തിനു വേണ്ടി? ഞാൻ ജീവിച്ചിരുന്നാൽ അവർ ജയിലിൽ പോകും. ആ കാരണം കൊണ്ടാവാം. പിന്നെ നിനക്ക് വേണ്ടിയും. ശക്തിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ആകാശിനെ നീ സൂക്ഷിക്കണം. ബാക്കി പിന്നെ പറയാം. ഇപ്പോൾ പോയി എനിക്ക് നല്ല കോഫി കൊണ്ടുവാ. എന്നാലും പറയാം പെണ്ണേ, എല്ലാം. ഇപ്പോൾ പോയി വാ. ആരു വാതിൽ തുറന്നു പോയതും ശക്തി കട്ടിലേക്ക് ചാരിയിരുന്നു. ഒപ്പം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സമയം സ്നേഹ ശക്തിയുടെ വീട്ടിലേക്ക് തിരിച്ചു. പെട്ടെന്നൊരു കാറ് വന്ന് മുൻപിൽ നിർത്തിയതും അതിൽ നിന്ന് ആകാശ് ഇറങ്ങി. പിന്നെ അവർ എന്തൊക്കെയോ സംസാരിച്ച് കൈ കൊടുത്തു. ഒപ്പം ആകാശിൻ്റെ ചൂണ്ടിൽ ക്രൂരമായ ചിരി വിടർന്നു. ശക്തിയേട്ടാ, എഴുന്നേറ്റതാ, ഇത് കഴിക്ക്. ഇതെല്ലാം കൊണ്ട് നീ ഇങ്ങോട്ട് വന്നോ? നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടല്ലേ മനുഷ്യ? അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇത് കഴിക്ക്. എന്ന വായിൽ വെച്ചതാ. എന്താ പൂതി? തനി അങ്ങോട്ട് കഴിച്ചോ എന്ന് ഞാൻ സ്നേഹ വിളിച്ചോണ്ട്. ചൂടാ, എന്താ പറഞ്ഞത്? സ്നേഹ വിളിക്കുമെന്നോ? എന്ന് ഞാൻ നിങ്ങളെ കൊല്ലും മനുഷ്യ. എൻ്റെ പൂച്ചക്കുട്ടി പോക്കിരിക്കുട്ടിയായോ? ശക്തി. പെട്ടെന്ന് സ്നേഹയുടെ ശബ്ദം കേട്ടതും ശക്തിയും ആരുവും വാതിലിൻ്റെ അടുത്തേക്ക് നോക്കി. ഈ പിശാച് വന്നോ? രാവിലെ തന്നെ എന്തിനാ ശല്യം കെട്ടിയെടുത്തത്? എൻ്റെ ഉള്ള സമാധാനം പോയി. ഇവളെ എങ്ങനെ ഓടിച്ചു വിടും? എന്താ സ്നേഹ അവിടെ നിൽക്കുന്നത്? കയറി വാ. ദാ ശക്തിയേട്ടാ, കഴിക്ക്. നീയല്ലേ വാരിത്തരില്ലെന്ന് പറഞ്ഞത്? അതപ്പോ ഇപ്പം തീരുമാനം മാറ്റി. കുശുമ്പി. കഴിക്കു മനുഷ്യ. ആരു, അമ്മ വിളിക്കുന്നു. ഞാൻ ശക്തിയേട്ടന് ഭക്ഷണം കൊടുത്ത് വരാമെന്ന് പറ. ആരു എന്നാ പൊക്കോ, ഞാൻ ശക്തിക്ക് ഭക്ഷണം കൊടുത്തോണ്ട്. ഇവളെ ഞാൻ. പെട്ടെന്ന് ശക്തി ആരുവിൻ്റെ കയ്യിൽ പിടിച്ചതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. സ്നേഹയെ നോക്കി ഇളിച്ചു കാണിച്ചു. ചേച്ചി ബുദ്ധിമുട്ടേണ്ട, ഇതെനിക്ക് കൊടുക്കാനുള്ളതുള്ളൂ. പിന്നെ ശക്തിയേട്ടന് ഞാനും വാരി കൊടുക്കുന്നതാണ് ഇഷ്ടം, അല്ലേ ശക്തിയേട്ടാ? അവൾ അവനെ കണ്ണുരുട്ടി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആരു ശക്തിയുടെ വൈഫാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ അറിഞ്ഞു? അത് ആകാശ്. എന്ത്? അല്ല, നീരജ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവൾക്ക് ആകാശായി എന്തോ ബന്ധമുണ്ട്. ശക്തിയേട്ടാ, എന്ന് ഉറങ്ങിക്കോ. ഉറങ്ങാനോ? എന്തിന്? ഞാനിപ്പോൾ എഴുന്നേറ്റല്ലേ ഉള്ളൂ. പിന്നെ ഇന്നലെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന കാരണം നന്നായി ഉറങ്ങി. ഇവളിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കും, അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പോയി കണ്ണടച്ച് വെറുതെ ഉറങ്ങാൻ പോവാ എന്ന് പറഞ്ഞ് കിടക്ക്. എന്താ ശക്തി, നിങ്ങൾ സ്വകാര്യം പറയുന്നേ? അത് പിന്നെ ശക്തിയേട്ടന് ഉറക്കം വരുന്നു എന്ന്, അതുകൊണ്ട് എന്നോടും കൂടെ കിടക്കാൻ. ഇല്ല ആരു, ശക്തി എൻ്റെയാ, എൻ്റെ മാത്രം. നിന്നിൽ നിന്ന് അവനെ ഞാൻ അകറ്റും. അതുവരെ നീ സന്തോഷിക്ക്. ചേച്ചി. എന്താ ആലോചിച്ച് നിൽക്കുക? ഏയ് ഒന്നുമില്ല. എന്നാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാം. അത് പിന്നെ ശക്തിയോട് പേഴ്സണലായി സംസാരിക്കാനുണ്ടായിരുന്നു. ഇവിടെ ഞാൻ കൊല്ലേണ്ടി വരും. പിന്നെ അവൾ ശക്തിയെ ദേഷ്യത്തിൽ നോക്കി റൂമിൽ നിന്നിറങ്ങി. ശക്തി. എന്താ സ്നേഹ? എന്താ പറയാനുള്ളത്? ആരുവിനെ നിനക്കിഷ്ടമാണോ? ഇഷ്ട, ഒരുപാട്. എന്താ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല, വെറുതെ. പിന്നെ ശക്തിടാ, എന്താ എന്നോട് വരാൻ പറഞ്ഞത്? നീരവ്, നിന്നോട് ഞാൻ എപ്പോ? നിങ്ങൾ എന്നോട് കുറച്ചു മുൻപല്ലേ മനുഷ്യ നീരവേട്ടനോട് വരാൻ പറഞ്ഞത്?
അത് ശരി, കുശുംബിയുടെ പണിയാണോ? ദാ ശക്തി, ഞാൻ ബോറടിച്ചപ്പോൾ നിന്നോട് വരാൻ ഇവളോട് പറഞ്ഞിരുന്നു. പിന്നെ പേഴ്സണലായി കുറച്ച് പറയാനുമുണ്ട്. സ്നേഹ, നിനക്കെന്താ പറയാനുള്ളത്? ഒന്നുമില്ല ശക്തി, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ പിന്നെ വരാം. അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയതും ആര് പൊട്ടിച്ചിരിച്ചു. ശക്തി അവളെ ദേഷ്യത്തിൽ നോക്കിയതും അവൾ ഓടി. പിന്നെ അവൻ ചിരിയിൽ നീരവിനോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ശക്തി വീണ്ടും ജോലിയിലേക്ക് ഇറങ്ങി. കോളേജിൽ ആരുവിന് ശക്തി പലതരത്തിൽ പണി കൊടുത്തു. അതിനൊക്കെ ഉള്ള പണി വീട്ടിൽ തിരിച്ചെത്തിയാൽ ആരു ശക്തിക്ക് കൊടുക്കും. സ്നേഹ പിന്നെ ദിവസം ശക്തിയെ കാണാനായി വേണ്ടി അവിടെ ലെക്ചറായി കയറി. അവൾ ആ പ്രൊഫഷൻ പഠിച്ച കാരണം ആരു തീയിൽ നടന്ന പോലെയായി മാറി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതിലൂടെ ശക്തിയും സ്നേഹ ഇഷ്ടത്തിലാണ് എന്ന വാർത്ത ആ കോളേജിൽ പടർന്നു പിടിച്ചു. അതിന് കാരണവും സ്നേഹ തന്നെയായിരുന്നു. അതുകൊണ്ട് ശക്തി അവളിൽ അകന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശക്തി വരാന്തയിൽ നടക്കുമ്പോഴാണ് ആരു തലകറങ്ങി വീണു എന്നും അവൾ ഏതോ ക്ലാസ് റൂമിൽ കിടക്കുകയാണെന്നും ആരുവിൻ്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കാതെ അവൻ ക്ലാസ് റൂമിലേക്ക് ഓടി. അവിടെ കയറിയതും ആരുവിനെ ചുറ്റും നോക്കി. അപ്പോഴേക്കും സ്നേഹ വാതിലുള്ളിൽ നിന്ന് ലോക്കാക്കി. സ്നേഹ, നീ എന്താ ഇവിടെ? എനിക്ക് ശക്തിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് കേൾക്കണമെന്നില്ല. ശക്തി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നിർത്തടി, ഇനി ഒരക്ഷരം വേണ്ടി പോവരുത്. എന്നെയും ആരുവിനെയും അകറ്റാനാണ് നിന്റെ വരവ്. എന്നാലേ അത് ഈ ജന്മത്തിൽ നടക്കില്ല. കാരണം ആരുവിനെ എനിക്ക് ജീവനാണ്. എനിക്കതറിയാം ശക്തി. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഈ ക്ലാസ്സിൽ എത്തിച്ചത് തന്നെ. പെട്ടെന്ന് പുറത്തുനിന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞ് പ്രിൻസിപ്പൽ കൊട്ടുന്നത് കേട്ടതും സ്നേഹ അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. ഡി, ചതിക്കുമായിരുന്നു അല്ലേ? അല്ലാതെ നിന്നെ എനിക്ക് നേടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ആളുകളെ വെച്ച് നിന്നെ ഇവിടെ എത്തിച്ചത്. പെട്ടെന്ന് അവൾ സാരിയുടെ ബ്ലൗസ് സാരിയും കീറാൻ തുടങ്ങിയതും ശക്തി മുഖം തിരിച്ചു. വാതിൽ ശക്തിയിൽ പുറത്തുനിന്ന് കൊട്ടാൻ തുടങ്ങിയതും ശക്തി കണ്ണുകൾ അടച്ച് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നതും അവിടെ നിൽക്കുന്നവരെ കണ്ട് ശക്തി ഞെട്ടി. അതുപോലെ തന്നെ സ്നേഹയും. എന്താ സ്നേഹ ചേച്ചി ഞെട്ടി നിൽക്കുന്നത്? കുറേ ആളുകൾ ഇവിടെ പ്രതീക്ഷിച്ചു എന്ന് ആ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ആരു? ശക്തിയേട്ടാ, എന്താ നോക്കി നിൽക്കുന്നത്? സ്നേഹ ചേച്ചിക്ക് കൊടുക്കാനുള്ളത് അങ്ങ് കൊടുത്തേക്ക്. എന്നിട്ട് വേണം എൻ്റെ വക കൊടുക്കാൻ. എന്ന് എൻ്റെ പെണ്ണ് ആദ്യം കൊടുക്കാനുള്ളത് കൊടുത്തോ? എന്നാ ഓക്കെ. പെട്ടെന്ന് ആരും സ്നേഹയുടെ രണ്ട് കവിളിലോ മാറി മാറി അടിച്ചതും സ്നേഹമുഖത്ത് കൈവച്ച് അവളെ ദേഷ്യത്തിൽ നോക്കി. ഡി, നിന്നെ ഞാൻ. സ്നേഹ ആരുവിന് നേരെ കൈയോങ്ങിയതും ശക്തി അവളുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ പെണ്ണിനെ എൻ്റെ മുൻപിൽ വെച്ച് തന്നെ തല്ലാൻ നോക്കുന്നു. ശക്തി അലറിക്കൊണ്ട് പറഞ്ഞ് അവളുടെ മുഖത്തടിച്ചതും അവൾ ചുമരിലേക്ക് ചാരി വീണു. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടി പൊന്ന മോളെ. വേണ്ട ശക്തി, മതി. ഇത് കോളേജ് വെച്ച് പ്രശ്നമാക്കണ്ട. അതേ ശക്തി, നമുക്ക് ഇവൾക്കുള്ളത് പുറത്തു വന്ന് കൊടുക്കാം. അങ്ങനെ എന്നെ അടിച്ചു താഴ്ത്താൻ നോക്കണ്ട. നമുക്ക് കാണാം ഇനിയും. ഏട്ടാ, ഇവൾക്കൊട്ട് ഒന്നുകൂടെ പൊട്ടിച്ചേ. ഇത്രയും കിട്ടിയിട്ടും അഹങ്കാരത്തിനും കുറവില്ല. ഉണ്ണി വേണ്ട. സ്നേഹ, എൻ്റെ റൂമിലേക്ക് വന്നോളൂ. ഇനി ഇവിടെ നിൻ്റെ ആവശ്യമില്ല. സർ പ്ലീസ്, എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഇത് പറഞ്ഞ് പ്രിൻസിപ്പൽ പോയതും സ്നേഹ എല്ലാവരെയും ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്നും പോയി. അല്ല, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എനിക്ക് വിരിച്ച കുരുക്ക്? സ്നേഹ ആർക്കോ കോൾ ചെയ്യുന്ന നീരവേട്ടൻ കേട്ടു. പിന്നെ സമയം കളയാതെ സ്നേഹ ചേച്ചിയുടെ ആളുകളെ പൊക്കി. പിന്നെ പ്രിൻസിപ്പാളിനോടും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവളിങ്ങനെ സൂക്ഷിക്കണം. പിന്നെ അവർ ഓരോന്ന് പറഞ്ഞിരുന്ന് ക്ലാസ്സിലേക്ക് നടന്നു. ഹലോ ആകാശ്. എന്താ സ്നേഹ? എനിക്കൊന്ന് കാണണം ഇപ്പോൾ തന്നെ. ഞാൻ കോളേജിന് മുൻപിലുണ്ട്. ഓക്കെ, ഞാനിതാ വരുന്നു. എന്താ സ്നേഹ, എന്താ കാണണമെന്ന് പറഞ്ഞത്? ആരുവിനെ ശക്തിയിൽ നിന്ന് അകറ്റണം. നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ആരുവിനെ കൊന്നിട്ടാണെങ്കിലും ശക്തിയിൽ നിന്ന് അകറ്റണം.